കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. TKM എഞ്ചിനീയറിംഗ് കോളേജ്. തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ എന്ന മനുഷ്യസ്നേഹിയുടെ സമ്പത്ത്, രാഷ്ട്രീയ നേതാവായ A.A. റഹീമിൻ്റെ ഉത്സാഹം, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്ന ഒരു സമുദായത്തിൻ്റെ ആകുലത, നാടക ചമയക്കാരനും സർവകലാശാല ഉദ്യോഗസ്ഥനുമായിരുന്ന നീലകണ്ഠൻ നായരുടെ രൂപകൽപ്പന, സർക്കാർ എഞ്ചിനീയറായിരുന്ന വേലായുധൻ നായരുടെ നിർമ്മാണ വൈദഗ്ധ്യം, ഇതെല്ലാം കൂടി സമന്വയിച്ചതാണ് കരിക്കോൾ TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഇൻഡോ സാരസനിക് വാസ്തുശില്പ മാതൃകയിൽ പണിത കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. കൊല്ലം പട്ടണത്തിൻ്റെ കിഴക്കേ അരികിൽ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കരിക്കോട് സ്ഥിതി ചെയ്യുന്ന ഈ കലാലയം മികവിൻ്റെ അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. കോളേജിന് തറക്കല്ലിട്ടത് 1956 ഫെബ്രുവരി 3 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1958 ജൂൺ 3 കേന്ദ്രമന്ത്രി ഹുമയൂൺ കബീർ കോളേജിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തി. കോളേജ് ട്രസ്റ്റ് ചെയർമാൻ തങ്ങൾകുഞ്ഞ് മുസ്ലിയാരായിരുന്നു. പിൽക്കാലത്ത് കേന്ദ്രമന്ത്രിയും മേഘാലയ ഗവർണറുമായിരുന്ന അന്തരിച്ച A.A. റഹീം അന്ന് നിയമസഭാ അംഗമായിരുന്നു. ട്രസ്റ്റിൻ്റെ ലക്ഷ്യം ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടിയായിരുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടേശ്ശേരിയുടെ ദീർഘദർശനമാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപനത്തിന് പ്രചോദനം നൽകിയത്. വികസന പ്രവർത്തനത്തിൽപ്പെടുത്തി പകുതി മൂലധനം നിക്ഷേപിച്ച് കേന്ദ്ര സർക്കാർ കലാലയത്തിന് അനുമതി നൽകി. 3 ശാഖകളിലായി 1200-ലധികം വിദ്യാർത്ഥികളുമായി തുടങ്ങിയ കലാലയത്തിൽ ഇന്ന് 10-ലധികം ശാഖകളിലായി 3000-ലധികം വിദ്യാർത്ഥികളും 400-ഓളം ജീവനക്കാരുമുണ്ട്. മേജർ മോർലിയായിരുന്നു ആദ്യ പ്രിൻസിപ്പൽ. തങ്ങൾകുഞ്ഞ് മുസ്ലിയാരുടെ മകനായ ഷഹാൻ ഹസൻ മുസ്ലിയാരാണ് ട്രസ്റ്റ് ചെയർമാൻ. TKM എഞ്ചിനീയറിംഗ് കോളേജ് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് കാട്ടി ദേശീയ നിലവാരത്തിൽ നിൽക്കുന്നു. ഇത് കൊല്ലത്തിൻ്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞു. കൊല്ലത്തുള്ള മറ്റൊരു പ്രധാന കോളേജാണ് ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. ദിവ്യമാതാവിലൂടെ പിതൃരാജ്യത്തിന് എന്ന ദർശനവുമായി അറിവിൻ്റെ മാതൃസ്നേഹം ചൊരിഞ്ഞ് 4 ദശകത്തിലധികം പൂർത്തിയാക്കിയ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലത്തെ പ്രമുഖ കലാലയങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയായ കൊല്ലം രൂപതയുടെ കീഴിൽ 1952 ഡിസംബർ 22 ഈ കലാലയം സ്ഥാപിതമായത്. കൊല്ലം പട്ടണത്തിന് കിഴക്ക് പച്ചപ്പാർന്ന വിശാലമായ ചുറ്റുപാടിലെ സരസ്വതി ക്ഷേത്രം ആദ്യ ഇന്ത്യൻ ബിഷപ്പ് ഡോക്ടർ ജെറോം ഫെർണാണ്ടസ് ആണ് സ്ഥാപിച്ചത്. ആദ്യത്തെ ഇന്ത്യൻ പുരോഹിത സഭയിൽ പോപ്പിൻ്റെ പ്രതിനിധിയായിരുന്ന ഹോർമൺ തോമസ് കാർഡിവൽ ഗിൽ റോയ കോളേജ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. 1953 ഇക്കണോമിക്സിലും കൊമേഴ്സിലും സുവോളജിയിലും ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചതോടെ ഫസ്റ്റ് ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെട്ടു. പിന്നീട് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് ഡിഗ്രി കോഴ്സുകൾ തുടങ്ങി. 1961 ബോട്ടണി, കൊമേഴ്സ് വിഷയങ്ങളിലെ ആദ്യ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ആരംഭിച്ചതും ഫാത്തിമ മാതാ കോളേജിലാണ്. ഇന്ന് +2 എല്ലാ വിഷയങ്ങളിലുമായി ബിരുദ കോഴ്സുകളും നിരവധി ബിരുദാനന്തര ബിരുദ കോഴ്സും 2 വിഷയത്തിൽ MPhil കോഴ്സ് നടത്തുന്നു. 1967 ആധുനിക സജ്ജീകരണത്തോടു കൂടിയ ലൈബ്രറിയും സ്ഥാപകൻ്റെ സ്മരണാർത്ഥം മനോഹരമായ ബിഷപ്പ് ജെറോം ഹാളും 1980 തുടങ്ങിയ സെൻറ്റ് ജോസഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററും 1984 നിർമ്മിച്ച സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസും ഈ കലാലയത്തിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി പറയാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.